പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തംബ്നെയിൽ തന്നെ സ്റ്റാർട്ടിങ് നിങ്ങൾ കണ്ടു കാണും. തംബ്നെയിൽ തന്നെ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് 3 കാര്യങ്ങൾ ഓഫ് ചെയ്യണം എന്നുള്ളത്. അതായത് ഓഫ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോഴൊക്കെ അറിയാം, നമുക്ക് ഫോണൊക്കെ ആരുടെയിലൊക്കെ ഫോൺ വരുന്നുണ്ട്. ഇത് എവിടുന്ന് എങ്ങനെ നമ്മുടെ ഫോൺ നമ്പർ അവിടെ പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതിങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നത്, അതൊക്കെ തടയാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അതെന്താണ് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ളത് അതൊക്കെ ഞാൻ പറയാൻ വേണ്ടിയാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ, ഇങ്ങനെ പിൻ നമ്പർ, അതും ഇതുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ നോട്ടിലോ അങ്ങനെ പല ഇതിലൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ജിമെയിൽ ഐഡിയുടെ പാസ്വേഡ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, സീക്രട്ട് ആയിട്ടുള്ള പിൻ നമ്പർ, നമ്മൾ ATMന്റെ പിൻ നമ്പറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നോട്ട് ചെയ്ത് വെക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അത് ലീക്കായി പോയിട്ട് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ നമ്മുടെ ക്യാഷൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെ പോയിട്ടാണ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് ഈ പേജ് ഇങ്ങനെ ഈ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഗൂഗിളിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഗൂഗിൾ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പം ഇവിടെയായിട്ട് ഇപ്പം ഗൂഗിൾ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഓൾ സർവീസ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണം. ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് താഴോട്ട് ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പേഴ്സണലൈസ് യൂസ് ഷെയർഡ് ഡാറ്റ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻ ഇങ്ങനെ എനേബിൾ ആയി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഈ ഓപ്ഷനൊക്കെ നമുക്ക് എനേബിൾ ആക്കിയിടുന്നത് എനേബിൾ ആക്കിയിടാം, അല്ലാത്തത് ഡിസേബിൾ ചെയ്യണം, അതായത് ഓഫ് ചെയ്യണം. അതായത് നമുക്ക് ഇവിടെയാണ് ഓഫ് ചെയ്യേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ക്രോം ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഓഫ് ചെയ്തിടേണ്ടതാണ്. ഇത് ഓഫ് ചെയ്തില്ലേലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പല നോട്ടിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ബാങ്കിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ പല ഇതിലായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്ന, അതൊക്കെ നമ്മൾ തേർഡ് പാർട്ടി മുഖാന്തരം ഇങ്ങനെ പോയിട്ട് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ ക്യാഷ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായി? അപ്പോൾ പലതരത്തില് പല കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതേമാതിരി ഇപ്പൊ ഇവിടെയായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഈ കാണുന്നതല്ലാതെ വേറെ പല ആപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെയാണ് ഓഫ് ചെയ്യേണ്ട പ്രത്യേകം. ഇവിടെ കാണിച്ചിട്ടുള്ളത് മാത്രമല്ല, വേറെ പല ആപ്പുകളും ചിലപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, നോട്ട് ചെയ്ത് വെക്കുന്ന മാതിരി പല ആപ്പുകൾ. എനിക്കിതിനു മുമ്പ് ഇത് വന്നാണ്. അതായത് ഞാൻ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ വേറൊരു ആപ്പ് ഇതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടേ ഞാൻ നെറ്റ് ഇതുകൊണ്ട് നെറ്റ് ഓണിലായിരുന്നു. ആ സമയത്താണ് യൂസ് ചെയ്തത്. പെട്ടെന്ന് തന്നെ മൊബൈൽ അങ്ങ് സ്ട്രക്കായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ആപ്പ് വിട്ടിട്ട് പുറത്തോട്ട് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ മുകളിലായിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ആ നെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്തു. ആ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് എനിക്കെന്തോ പന്തികേട് തോന്നിയതിന് ശേഷമാണ് ഞാനത് അങ്ങനെ ഓഫ് ചെയ്തിട്ട് പിന്നെ ഓൺ ചെയ്ത് ഞാൻ നോക്കിയുണ്ട്. പിന്നെ കുഴപ്പമില്ല, അത് ഉണക്കിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് എനിക്കങ്ങ് സ്ട്രക്കായിട്ട് നമ്മൾക്ക് എന്തോ പന്തികേട്, അതായത് നമ്മുടെ പല കാര്യങ്ങളും അത് ചോർത്തുന്ന മാതിരി അങ്ങനെ എനിക്ക് തോന്നി. അത് കാരണമാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പിന്നെ ആ ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഉണക്ക് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്ന പല കാര്യങ്ങൾ ഇത് ഉണക്ക് അതിന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഉണക്ക് എനേബിൾ ചെയ്ത് ഈ ഓപ്ഷനിൽ കാണുന്നില്ല, ഇതേമാതിരി നിങ്ങൾക്ക് അവിടെയായിട്ട് എനേബിൾ ചെയ്തുള്ള വേറെ ആപ്പുകൾക്ക് എനേബിൾ ചെയ്ത ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യണം. അത് തീർച്ചയായിട്ടും ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഇത്രയും കാര്യങ്ങൾ അത് പ്രത്യേകമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മികച്ച ശുപാർശകളും നിർദ്ദേശങ്ങളും പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആൻഡ്രോയിഡ് അനുഭവം മെച്ചപ്പെടുത്താൻ ഈ ആപ്പുകളും മറ്റു ഉറവിടങ്ങളും പങ്കിടുന്ന ഉപകരണത്തിലെ ഡാറ്റ ഉപയോഗിക്കാൻ ഈ ആപ്പുകളെ അനുവദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് ചോർത്തി കൊണ്ടുപോയിട്ട് അത് പല കാര്യങ്ങൾ, അതായത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ഓഫ് ചെയ്യണം. അതായത് നമ്മുടെ ക്രോം ഒഴികെ ബാക്കി കാണുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ കാണിച്ച രീതിയിൽ തന്നെ ഇതെല്ലാം അങ്ങ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് അതെന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ ഇത് ബാക്ക് വരാം.
നമ്മൾ നേരെ ഇത് ബാക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് വേണ്ട സ്വല്പം താഴോട്ടൊന്ന് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേജിൽ തന്നെ ബാക്ക് വന്നിട്ട് താഴോട്ടൊന്ന് പേജ് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഫോൺ നമ്പർ ഷെയറിംഗ് എന്നുണ്ട്. ഫോൺ നമ്പർ ഷെയറിംഗ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ ആണ് നമ്മൾ ഓഫ് ചെയ്തത്, അതെല്ലാം ഓഫ് ചെയ്തു. അതേമാതിരി തന്നെ ഈ ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന് കാണുന്ന ഇതൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് ഈ പേജിലും ഇത് കണക്ക് എനബിൾ ആണിത്. ഇത് എനബിൾ, അതായത് ഷെയർ ചെയ്യാനുള്ള നമ്മൾ ഓപ്ഷൻ ഇത് എനബിൾ ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് തീർച്ചയായിട്ടും നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. ഇത് ഓഫ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കണക്ക് നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് പല രീതിയിൽ പല ഇടത്തോട്ടൊക്കെ ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകമായിട്ട് ഇവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണക്ക് ഷെയർ ഇത് പല ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തേർഡ് പാർട്ടിക്ക് വേണ്ടി ഇതിങ്ങനെ അവർക്ക് ഉപയോഗിക്കാനുള്ള ഇത് കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഇത് എനബിൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് പെർമിഷൻ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പെർമിഷൻ കൊടുക്കുന്ന കാരണം എന്താണ് സംഭവിക്കുന്നത്? ഇത് എങ്ങനെ ഷെയർ ചെയ്ത് പോയിട്ട് പല മിസ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. ഇത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഇതാണേ. അപ്പോൾ ഇനി മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രോം ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇതുപോലെ ക്രോം ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. ആ 3 ഡോട്ടിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടേ നമുക്ക് ഇവിടെയായിട്ട് സെറ്റിങ്സ് കാണാം. ഈ സെറ്റിങ്സിൽ ഉടനെ തന്നെ സെറ്റിങ്സിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനെ സെറ്റിങ്സിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്പൺ ആയ പേജിൽ നമ്മൾ സ്വല്പം താഴോട്ടൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് അഡ്രസ് ആൻഡ് മോർ എന്ന് കാണാൻ സാധിക്കും. അഡ്രസ് ആൻഡ് മോർ. അപ്പോൾ ഈ അഡ്രസ് ആൻഡ് മോർ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് മുകളിലായിട്ട് നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. ഇതുകൊണ്ടൊക്കെ എനബിൾ ആണ് ഇത്. ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതുകൊണ്ടൊക്കെ ഫോൺ നമ്പറുകളും ഇമെയിലും വിലാസവും ഡെലിവറി വിലാസങ്ങളും ഇതുകൊണ്ടൊക്കെ എന്നിങ്ങനെ ഉള്ളത് ഉൾപ്പെടുന്നതൊക്കെ ഇതുകൊണ്ടൊക്കെ ഈ വിവരങ്ങളല്ല. അതായത് ഇതിനകത്ത് ഫോൺ നമ്പറുകളും ഉൾപ്പെടും, ഇമെയിലും വിലാസവും ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. ഇതിനാണ് നമ്മൾ പെർമിഷൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മളൊന്ന് എനബിൾ എന്നുള്ളത് അതങ്ങ് ഡിസേബിൾ, അതായത് ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്ക് പല പല കാര്യത്തിൽ നിന്നും, അതായത് നമ്മുടെ ഈ പല കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്ന ഈ ഫോൺ നമ്പർ ആയാലും ഇമെയിൽ ആയാലും ഇതെല്ലാം മിസ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതൊന്ന് ഒഴിവായി കിട്ടും. അപ്പൊ നമുക്ക് കൂടുതൽ പേടിക്കാതെ തന്നെ നമുക്ക് മൊബൈല് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളപ്പോൾ ഈ പേടിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ എനബിൾ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ പേടിച്ചുകൊണ്ട് ഇങ്ങനൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. ആദ്യത്തെ ഒരു ഇതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു ഞാൻ ഇതുകൊണ്ടൊക്കെ ഈ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകാനുള്ള ഇതൊക്കെ ആദ്യമേ തന്നെ ആദ്യത്തെ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇതുകൊണ്ടൊക്കെ മൂന്നാമത്തെ ഇതാണ്. അങ്ങനെ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.